വേണു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതാണ്, പ്രത്യേകിച്ച് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ അന്തർധാര എന്ന പല്ലവി. ഇത്തവണയും UDF അതേ കാര്യം പറയുകയാണല്ലോ. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന്. അതിന് ഉപയോഗിക്കുന്നതാകട്ടെ EP ജയരാജന്റെ ആ പ്രസ്താവനയാണ്. ഈ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയുള്ള പ്രസ്താവന. അത് മാത്രമല്ല, BJP-യും LDF-ഉം തമ്മിലുള്ള മത്സരം നടക്കുന്നു എന്നുള്ള പ്രസ്താവന. എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ അന്തർധാര വോട്ടാകുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BJP-യെയും ഇവിടെ ഭയപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മണ്ഡലത്തിലെങ്കിലും BJP ഉന്നം വെക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ അങ്ങനെ സമ്മതിക്കേണ്ടി വരും. മഞ്ജുഷ, ഈ മണ്ഡലങ്ങളിലൊന്നും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയോ ആശങ്കയോ വേവലാതിയോ ഒന്നുമില്ല. പക്ഷേ വർത്തമാനകാലത്ത് നടക്കുന്ന ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായ 2-3 രാഷ്ട്രീയ കാര്യങ്ങൾ. അതൊന്ന്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ LDF-ന്റെ സംസ്ഥാന കൺവീനറുമായ EP ജയരാജന്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്നത്, അത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അതെന്താണ് എന്നുള്ളത് അത് കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അത് മറ്റൊന്നുമല്ല, BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അത് മികച്ച സ്ഥാനാർത്ഥി പട്ടിക എന്നാണ്. ഇപ്പോ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമാ താരം എന്ന നിലയിൽ സുരേഷ് ഗോപി അദ്ദേഹം അറിയപ്പെടുന്നതാണ്, കുഴപ്പമില്ല. കേന്ദ്രത്തിൽ മുൻ മന്ത്രിയും രാജ്യസഭാ അംഗവും എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ, പക്ഷെ അദ്ദേഹം കേരളത്തിൽ സുപരിചിതനല്ല, എങ്കിലും അറിയപ്പെടുന്ന ഒരാൾ. പിന്നെ അറിയപ്പെടുന്ന 2 രാഷ്ട്രീയ നേതാക്കൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് എന്ന് പറയുന്നത്, ഒന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി CV മുരളീധരനും ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനുമാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു വാദത്തിന് വേണ്ടി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് കോഴിക്കോട് മത്സരിക്കുന്ന ഒരു BJP നേതാവ് എന്ന് പറയുന്നത് MG രമേശ് മാത്രമാണ്. അപ്പോ ഇവരൊഴിച്ച് ബാക്കിയുള്ള BJP-യുടെ നേതാക്കളെല്ലാം ഒരു ജില്ലയിൽ മാത്രം അറിയപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം അറിയപ്പെടുന്നവർ. ഇപ്പൊ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയതിലൊന്നും ഞങ്ങൾ അതിനെയൊന്നും കുറ്റപ്പെടുന്നില്ല. പക്ഷേ പാലക്കാട് മത്സരിക്കുന്ന C കൃഷ്ണകുമാർ ജില്ലയിൽ മാത്രം അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാന വ്യാപകമായി അദ്ദേഹം അറിയപ്പെടുന്നയാൾ തന്നെയാണ് BJP. ഞാൻ പറഞ്ഞത് BJP-യുടെ പട്ടിക ഒരു പ്രമുഖരുടെ പട്ടികയാകുമായിരുന്നു. എങ്ങനെയാണ്? കുമ്മനം രാജശേഖരൻ മത്സര രംഗത്തുണ്ടെങ്കിൽ, O രാജഗോപാൽ മത്സര രംഗത്തുണ്ടെങ്കിൽ, PK കൃഷ്ണദാസ് മത്സര രംഗത്തുണ്ടെങ്കിൽ, K സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ടെങ്കിൽ, ഇനിയിപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ മത്സര രംഗത്ത്, PS ശ്രീധരൻപിള്ള ഗവർണറാണെങ്കിൽ മത്സരിക്കും. ഇപ്പോൾ തമിഴക സെൽവി മത്സരിക്കാനായിട്ട് തെലങ്കാന രാജി കൊടുത്തിരിക്കുന്നു. അവരിപ്പോൾ തമിഴ്നാട്ടിലേക്ക് മത്സരത്തിന്റെ രംഗത്തേക്ക് വരികയാണ്. അങ്ങനെയുള്ള പ്രമുഖരാരെങ്കിലും മത്സരിക്കുന്ന ഒരു പട്ടികയെ കുറിച്ചാണ് CP ജയരാജന്റെ പ്രസ്താവനയെങ്കിൽ നമുക്കത് ഒരു മുഖവിലയ്ക്ക്. അല്ല, EP ജയരാജൻ അങ്ങനെ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി എന്നതുകൊണ്ട് ഇങ്ങനെ BJP-യും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നൊക്കെ പറയുമ്പോൾ LDF സ്വയം തോൽവി സമ്മതിക്കുന്നു ഇങ്ങനെ ഒരു അന്തർധാരയിലൂടെ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ 2 തവണയും മത്സരം നടന്നത് BJP-യും UDF-ഉം തമ്മിലാണ്. ആറ്റിങ്ങലിൽ അടുത്ത ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ പോലും അവിടെ LDF ശക്തരായിരുന്നു, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട്ടെ കാര്യം എടുക്കുകയാണെങ്കിൽ ത്രികോണ മത്സരമാണ്, പക്ഷെ അവിടെ UDF ആണ് കഴിഞ്ഞ തവണ ജയിച്ചത്. തൃശ്ശൂരിലെ കാര്യം എടുക്കുകയാണെങ്കിൽ BJP 3ാമതായിരുന്നു, അവിടെ UDF ജയിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊരു കോമൺ പ്രസ്താവനയായിട്ട് എന്തോ EP ജയരാജൻ BJP-ക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്, LDF-ന്റെ കൺവീനർ അല്ല NDA-യുടെ കൺവീനറാണ് EP ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലോട്ട് പോലെയേ തോന്നുകയുള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് മഞ്ജുഷ, അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയം എന്താ, അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇവർ 2 കൂട്ടരും ആഗ്രഹിക്കുന്നത് എന്താ? കേരളത്തിലെ BJP-ക്കാർ ആഗ്രഹിക്കുന്നത് എന്താ? കോൺഗ്രസിന്റെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ എങ്കിലും എണ്ണം കുറയ്ക്കുക. അവര് കോൺഗ്രസ് മുക്ത ഭാരതം അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും അതിനെ ആഗ്രഹിക്കുന്നവരുമാണ് ഇന്ത്യയിലെ BJP-ക്കാർ. ആ BJP-ക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ലോ കേരളത്തിലെ BJP-ക്കാർ. CPM-ഉം ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത് എന്താ? കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു സീറ്റ് കുറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾക്ക് സാധ്യതയാണ്. അപ്പൊ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, 2 കൂട്ടരുടെയും ശത്രു ഒന്നാണ്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രോസ് വോട്ടിങ്ങിലൂടെ BJP-യെ തോൽപ്പിക്കുവാനല്ലേ ഇവിടെ LDF-ഉം UDF-ഉം ശ്രമിച്ചിട്ടുള്ളൂ, അതിൽ വിജയം വരിച്ചിട്ടുള്ളൂ. നിരവധി ഉദാഹരണങ്ങൾ ഇതിനുണ്ടല്ലോ.
ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത്, BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്നാൽ അല്ലെങ്കിൽ UDF തകർന്നാൽ ആ UDFന്റെ പ്ലാറ്റ്ഫോമിൽ കയറി പറ്റാമെന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. CPM ആഗ്രഹിക്കുന്ന എന്താ? ഏതെങ്കിലും ഒരു സീറ്റിൽ UDFന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീറ്റ് ഞങ്ങളുടേതാക്കാം, ഞങ്ങൾക്ക് വിജയിക്കാം എന്നുള്ള ആ ഒരു അങ്ങനെ നിങ്ങളെ തകർക്കുവാൻ ഉദ്ദേശിക്കുന്ന ഏത് സീറ്റാണ് എടുത്തു പറയാനുള്ളത്? LDF BJPയുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും. അങ്ങനെ വരികയാണെങ്കിൽ LDF സ്ഥാനാർത്ഥിയും തോൽക്കണമല്ലോ, അവിടെ BJP ജയിക്കണമല്ലോ. അതാണല്ലോ വരേണ്ടത്, അല്ലേ? അതോ ഇനി BJP LDFന് വോട്ട് ചെയ്തുകൊണ്ട് UDFനെ തോൽപ്പിക്കുന്നതാണോ? ഏതാണെങ്കിലും അങ്ങനെയുള്ള സീറ്റുകൾ ഏതെല്ലാമാണ്? അല്ല, ഇനി LDF ജയിച്ചു കഴിഞ്ഞാലും BJP ജയിച്ചു കഴിഞ്ഞാലും ഇവർക്ക് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കോൺഗ്രസിന്റെ സീറ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന് രണ്ടു കൂട്ടരും ആഗ്രഹിക്കുമ്പോൾ ഇവർ രണ്ടു കൂട്ടരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നതായതുകൊണ്ട് ഇവർക്ക് ആർക്ക് എവിടെ വേണമെങ്കിലും ഇവർക്ക് സഹായിക്കാൻ പറ്റും. ആ സഹായം ഉണ്ട് എന്നുള്ളത് മഞ്ജുഷേ, RSSന്റെ നേതാവാണല്ലോ ബാലശങ്കർ. അവരുടെ മുഖപത്രമായ ഓർഗനൈസറിന്റെ എനിക്ക് തോന്നുന്നത് അതിന്റെ എഡിറ്ററോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വളരെ ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ കേരളത്തിലെ 52 സീറ്റുകളിൽ ഇടതുപക്ഷത്തെ RSSും RSSന്റെ പ്രവർത്തകരും RSSന്റെ കുടുംബാംഗങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കേരളത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് വളരെ കേരളത്തിൽ ഉടനീളം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് RSS മാർക്സിസ്റ്റ് തലശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഘർഷം, ആളുകളുടെ കഴുത്ത് വെട്ടുന്നു, ഇല്ലെങ്കിൽ ദിവസവും കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഇവർ പരസ്പരം ശത്രുക്കളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നാട്ടിലാണ് RSSന്റെ നേതാവ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളിങ്ങനെ അവരെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? ശ്രീഎം എന്ന് പറയുന്ന ആളുമായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ഇവരുടെ ആ ചർച്ചയിലാണ്. അതിനുശേഷം കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അത് നമുക്ക് നല്ലത്, അതാണ് കേരളത്തിന് പൊതുവെ നല്ലത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഈ രീതിയിലുള്ള അന്തർധാരയും ശ്രീഎമ്മിനെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ ഈ മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്? അപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണ്. അപ്പോൾ കോൺഗ്രസ് എവിടെയെങ്കിലും തകർന്നാൽ ഇവരിൽ രണ്ടു കൂട്ടരിൽ ആർക്കെങ്കിലും ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാം എന്നുള്ള ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പരിണിത ഫലമാണ്. പ്രത്യേകിച്ച് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പാണ്. ബംഗാളിൽ നിന്ന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, ത്രിപുരയിൽ 2 സീറ്റിലും രക്ഷയില്ല. ആകെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പാർലമെന്റിലുള്ളത് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ ആരിഫും, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ച PR നടരാജനും, മധുരയിൽ നിന്ന് ജയിച്ച സുശ്രീ വെങ്കടേശ്വരും. ഈ 3 പേരാണ് ഇന്ത്യൻ പാർലമെന്റിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുകൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി പാർലമെന്റിൽ ഇല്ലാതെ തന്നെയാകും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് 2 സീറ്റെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ജയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അതിനവര് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നുള്ള മലയാള ഭാഷ പറഞ്ഞതുപോലെ അവരേത് രീതിയിലും എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും, അതിന് BJPയെ കൂട്ടുപിടിച്ചാൽ വേണ്ടില്ല, RSSനെ കൂട്ടുപിടിച്ചാൽ വേണ്ടില്ല, ഇനി അതിലും വലിയ വർഗീയവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല. അപ്പോ നിശ്ചയമായിട്ട് ഇവിടെ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയാണ് അത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇങ്ങനെ ഒരു അന്തർധാരയുടെ കാര്യം ഈ